ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നേക്കുന്നത് നമുക്ക് ഏറ്റവും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പത്തിൻ്റെ ഒരു ഈസി ടെക്നിക്കായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇടിയപ്പം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ ഇടിയപ്പം എന്ന് കേട്ടാൽ അയ്യോ കുഴച്ച് കൈയൊക്കെ ഒരു പരുവാകും എന്നുള്ള ടൈപ്പല്ലേ അല്ല. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാനിൽ ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മാവിന് വേണ്ട ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമുക്ക് 1 കപ്പ് മാവിന് 1.5 കപ്പ് അളവിൽ 2 കപ്പ് മാവിന് 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതൊന്ന് വെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തൊരു നല്ല രീതിയിൽ കട്ടകളില്ലാതെ ലൂസ് പരുവത്തിലെടുക്കണം. ബ്രാഹ്മിൺസിൻ്റെ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. വറുത്ത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ വെള്ളം ചൂടാക്കി തിളപ്പിച്ചൊക്കെയാണ് ചെയ്യാറ്. എനിക്ക് ഇടിയപ്പം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആണെന്നെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ചേട്ടനും എൻ്റെ അമ്മയുമാണ്. ഇപ്പം ഇന്ന് അവർ രണ്ടുപേരുമില്ല, പക്ഷേ ഇടിയപ്പക്കുറിച്ചാണ് ഞാൻ കേട്ടോ. അപ്പോൾ എന്തായാലും അവരില്ലെങ്കിലും എന്താ, ഇനി അവരുടെ ഒന്നും സഹായമില്ലാതെ എനിക്ക് ഇടിയപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം വെള്ളവും മാവും ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് മാവൊന്നും ദോശപ്പരുവൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എളുപ്പത്തിൽ രാവിലെ ആണെങ്കിലും ഞാനിത് ഡിന്നറിലേക്കാണ്, ഒരു വൈകിട്ടത്തേക്കാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ട്. അത് വഴിയേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, എല്ലാവരും മറക്കാതെ കാണണം. അപ്പം നമ്മളിത് പാനിൽ അടി കട്ടിയുള്ള പാൻ അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ, അടിക്ക് പിടിക്കാത്ത രീതിയിലുള്ള പാനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു, അതൊന്ന് നമുക്ക് നല്ല രീതിയിൽ മാവൊന്ന് കട്ടിയാക്കി എടുക്കണം. ഒരു പേടിയും വേണ്ട. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ള, ഒരുപാട് കൂട്ടി വെക്കരുത്. കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളകി ഒരു പകുതി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്, ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ലാസ്റ്റായിട്ടൊന്ന് കുറുകി നല്ല ഒരു മാവിൻ്റെയൊക്കെ ഒരു പരുവ് ആകുമ്പോഴത്തേക്കും നമുക്കത് കുറച്ചും കൂടെ എണ്ണ നമുക്ക് ചേർത്തിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല രീതിയിൽ നമുക്കൊന്ന് കുറുക്കി, കണ്ടോ ഈ രീതിയിൽ കുറുകി വരുന്നുണ്ട്. ആരും പേടിക്കേണ്ടത്, നല്ല രീതിയിൽ സെറ്റായി കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ കൈ വേദനിക്കാതെ ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് നമ്മുടെ മാവ് ഇവിടെ സെറ്റായി വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും. അത് നല്ലോണം കുറുകി വരുന്നുണ്ട്. അടിക്ക് പിടിക്കാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫുള്ളായിട്ട് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് കണ്ട ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇത് നല്ലോണം തണുത്തതിന് ശേഷം കൈ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കണം. കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് നല്ല രീതിയിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നല്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ പാത്രത്തിനെ വെച്ച് ചിലപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഒന്ന് ഡ്രൈ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അത് നല്ല രീതിയിൽ നമ്മുടെ മാവ് ഇവിടെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആവിയിലും തയ്യാറാക്കാൻ വേണമെങ്കിൽ നമുക്ക് പാനിലും ഒക്കെ തയ്യാറാക്കാം കേട്ടോ. ഇത് അതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ നൂലപ്പം. പിന്നെ എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കണം. ഞാനിവിടെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ആവി കയറ്റി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ വാഴയിലയാണ് എടുത്തേക്കുന്നത്. വാഴയിലയിൽ തട്ടിൽ സാധാരണ കുട്ടി ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ എനിക്കിന്ന് വലുതായിട്ട് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹം വന്നുകൊണ്ട് ഇനി ആ രീതിയിൽ നമുക്ക് എടുക്കാമെന്ന് കരുതി. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. പ്രത്യേകിച്ച് ഇത് മാവ് നമ്മൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോൾ. അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചും അത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിപ്പോൾ. ഞാൻ ഓരോ വാഴയിലയിലും
നമ്മുടെ നൂലപ്പം കണ്ട ഒരു പാടുമില്ല. അത് സിമ്പിളായിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കിട്ടി, ആരുടെയും സഹായം ഇല്ലാതെ. ഞാൻ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇനി ഇടിയപ്പം ഉണ്ടാക്കാൻ നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട. അങ്ങനെ എന്താ നമ്മുടെ നൂലപ്പം അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റായ ഇടിയപ്പം ഇവിടെ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മാത്രമല്ല, ഒന്നിലധികം നമുക്ക് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ആവി കയറ്റിയെടുത്താൽ നമ്മുടെ അടിപൊളി ഇടിയപ്പം റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റാണ്. സാധാരണ തേങ്ങ ഇല്ലാതെ ഞാൻ ഇടിയപ്പം കഴിക്കാറില്ല, പക്ഷേ ഇതിന് തേങ്ങയൊന്നും വേണ്ട, അത്രയ്ക്ക് സോഫ്റ്റാണ്. നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടെ ആയിട്ടായിരുന്നുകൊണ്ട് നല്ല പുള്ളി പൊളിച്ചു. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി എണ്ണാതെ കഴിച്ചു എന്ന് പറയത്തില്ലേ, ആ രീതിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കറിയുടെ റെസിപ്പിയും പതിയെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് നന്ദി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.